ഈ ഓണം എല്ലാ വർഷവും ആഘോഷിക്കുന്നേ? അത് മോളെ, എല്ലാ വർഷവും നമ്മളെ കാണാൻ ഓണക്കാലത്ത് മാവേലി വരുമെന്നാണ് വിശ്വാസം. മുത്തശ്ശി, ആരാ ഈ മാവേലി? മോള് കേട്ടിട്ടില്ലേ? മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം മുത്തശ്ശിക്ക് നടുവേനൊന്നുമില്ലേ? ആ മുത്തശ്ശി, ഞാൻ കുറെ തവണ കേട്ടിട്ടുണ്ട്. നമുക്കെന്നാ മാവേലിയുടെ കഥ കേട്ടാലോ? ഓക്കേ മുത്തശ്ശി. പണ്ട് പണ്ട് മഹാബലി എന്നൊരു അസുര രാജാവ് ഉണ്ടായിരുന്നു. നല്ല ദയാലു ദാനശീലമായിരുന്നു മഹാബലി. ആരെന്ത് സഹായം ചോദിച്ചു വന്നാലും അത് നടത്തി കൊടുക്കും. മഹാരാജാവേ, എനിക്ക് അങ്ങ് കുറച്ച് സ്ഥലം തരാമോ? ഒരു ചെറിയ കുടില് കെട്ടി താമസിക്കാനാണ്. കരുണയുണ്ടാവണേ. അതിനെന്താണ്? ആരവിടെ? ഈ സ്ത്രീ കുടില് വെക്കാൻ ആവശ്യമായ നിലം നൽകൂ. നന്ദിയുണ്ട് രാജാവേ, അങ്ങ് നന്നായി വരും. ഹായ്, എന്ത് നല്ല രാജാവാ. അതേ മോളെ, മഹാബലി ഭരിച്ചിരുന്ന രാജ്യത്ത് എന്നും സന്തോഷവും സമാധാനവും മാത്രമായിരുന്നു. പക്ഷെ ദേവന്മാർക്ക് ഈ കാഴ്ചകളൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല. അവരുടെ പ്രാധാന്യം കുറയുമോ എന്ന് ഭയന്ന് അവർ മഹാവിഷ്ണുവിന്റെ അടുത്ത് നിന്ന് മഹാബലിയെ തീർത്ത് കളയാൻ അപേക്ഷിച്ചു. അയ്യോ. അങ്ങനെ മഹാവിഷ്ണു വാമനൻ എന്ന അവതാരം സ്വീകരിച്ച് മഹാബലിയെ കാണാനെത്തി. അല്ലേ മഹാരാജാവേ, എനിക്ക് അങ്ങ് 3 അടി മണ്ണ് തരാമോ? 3 അടി മണ്ണ് സ്വയമേ അളന്നെടുക്കാൻ ഞാൻ അങ്ങേക്ക് സ്വാതന്ത്ര്യം തരുന്നു. ഇത് കേട്ടതും വാമനൻ വലുതാവാൻ തുടങ്ങി. അങ്ങനെ ആദ്യത്തെ കാലടി കൊണ്ട് ഭൂമി മുഴുവൻ അളന്നു. 2ാമത്തെ കാലടി കൊണ്ട് സ്വർഗം മുഴുവൻ അളന്നു. അങ്ങനെ 3ാമത്തെ കാലടി വെക്കാൻ സ്ഥലമില്ലാതെ ആയപ്പോൾ മഹാബലി തന്റെ കിരീടം ഊരി ശിരസ് കുനിക്കുകയും വാമനൻ മഹാബലിയെ ചവിട്ടി പാതാളത്തിലേക്ക് താഴ്ത്തുകയും ചെയ്തു. പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെടുന്നതിന് മുൻപ് മഹാബലി ഒരു വരം മഹാവിഷ്ണുവിനോട് ചോദിക്കുകയും അത് മഹാവിഷ്ണു സമ്മതിക്കുകയും ചെയ്തു. ആ വരം എന്തായിരുന്നു മുത്തശ്ശി? വർഷത്തിലൊരിക്കൽ തന്റെ പ്രിയപ്പെട്ട പ്രജകളെ കാണണമെന്നതായിരുന്നു മഹാബലിയുടെ ആഗ്രഹം. അങ്ങനെ മഹാബലി വർഷത്തിലൊരിക്കൽ നമ്മളെ കാണാൻ വരുമ്പോഴാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത് എന്നാണ് നാം എല്ലാവരും വിശ്വസിക്കുന്നത്. വാ മുത്തശ്ശി, നമുക്ക് പൂക്കളമിടാം. ഹായ്, ദേ മുത്തശ്ശി,